നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച ഫ്രൂട്ട്സ് ഒക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്തോ? ഇന്ന് നമ്മളൊരു മാംഗോ ആണ് വരയ്ക്കാൻ പോണേ. അപ്പോൾ ഇതെല്ലാം കൂടെ വരച്ച് പഠിച്ചിട്ട് വേണം നമുക്ക് നല്ലൊരു ബാസ്ക്കറ്റിന്റെ അകത്ത് നിറയെ ഫ്രൂട്ട്സ് ഇരിക്കുന്ന പോലെ വരയ്ക്കാൻ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഒരു സർക്കിള് വരച്ചെടുക്കണം. ഇങ്ങനെ സർക്കിൾ വരച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് സി ഇല്ലേ, ആ സി ലെറ്റർ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. കണ്ടോ, സി. ഇവിടെ നമ്മൾ സി എഴുതി. നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് വരയ്ക്കണ്ട, കുറച്ച് ഒരു കേർവ്ഡ് ലൈനായിട്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. കേട്ടോ, ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മാങ്കോയുടെ ഷേപ്പ് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്ത ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഇങ്ങനെ റേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ മാങ്ങയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തണ്ട് വരയ്ക്കണം. അത് നമുക്ക് ഒരു എസ്സിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. എസ് പോലെ ഇത്രയും ഇതായിട്ട് വളയ്ക്കേണ്ട, കുറച്ച് വലിഞ്ഞിരിക്കുന്ന ഷേപ്പിൽ നമുക്ക് ആ എസ് ഇവിടെ വരച്ചു കൊടുക്കാം. ഇവിടെ നമ്മളിങ്ങനെ എസ്, 2 എസ് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു. ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു ഓവൽ ഷേപ്പും വരച്ചു കൊടുത്തു. നമുക്ക് മാങ്ങ റെഡിയായി. നമുക്കിതിൻ്റെ ലീഫ് വരയ്ക്കാം. ലീഫ് എങ്ങനെ വരയ്ക്കാം? അതും ഈ ഒരു എസ്സിൻ്റെ ഷേപ്പ് തന്നെ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. വലിഞ്ഞിരിക്കുന്ന ഒരു എസ്സിൻ്റെ ഷേപ്പ് നമ്മളിങ്ങനെ വരച്ചെടുത്തു. ഇത് എല്ലാം സെയിം എസ് പോലെ തന്നെ വരച്ച് മാംഗോയുടെ ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് കളർ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു എങ്ങനെയാണ് കളർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാണിക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്കെയിൽ വെച്ച് ഏത് ടൈപ്പ് ലൈനാണ്, ഇപ്പോൾ നമ്മൾ സ്ലാൻഡിങ് ലൈൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ. അപ്പോൾ അതേപോലെ ഒരു 2-3 ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കളർ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ, ഈ ലൈനിൽ കൂടെ തന്നെ ആദ്യം വരയ്ക്കണം. കണ്ടോ, ഇങ്ങനെ വരച്ചിട്ട് വേണം നമുക്ക് പിന്നെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് തെറ്റിപ്പോവില്ല. ഈ ലെവലിൽ തന്നെ നമുക്ക് കളർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. മാംഗോ വരച്ച് നമ്മൾ കളർ ചെയ്തു. ഇതുപോലെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആദ്യം ഇങ്ങനെ ലൈൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് കുറച്ചുകൂടെ ലൈറ്റും ഷെയ്ഡും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കളർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നാളെ കാണാം.